Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. കേരള സർവകലാശാലയുടെ അടയാളവാക്യം കർമ്മണി വിജ്ഞതേ പ്രജ്ഞ എന്നാണ്. ചെയ്യുന്ന കർമ്മത്തിൽ നിങ്ങളുടെ ബോധം വ്യക്തമാകുന്നു എന്നർത്ഥം. ജാതി അധിക്ഷേപം നടത്തുന്ന ഡീൻ സർവകലാശാലയ്ക്ക് കൊടുക്കുന്ന ബോധ്യം എന്താണ്? സർവകലാശാലയുടെ സന്ദേശം എന്തായിരിക്കും? സർവകലാശാലയ്ക്ക് ഇത്തരമൊരു ഡീൻ അപമാനമാണോ അതല്ല അലങ്കാരമാണോ? രോഹിത് വെമുലയുടെ ഓർമ്മകൾ കനലായിരിയുന്ന കാലത്ത് കേരളത്തിലെ മുത്തശ്ശി സർവകലാശാലയിൽ നിന്നും കേൾക്കുന്നത് അക്കാദമിക് ലോകത്തെ ജാതി വിവേചനത്തിന്റെ നിസ്സഹായമായ പ്രതിരോധമാണ്. ഗവേഷക വിദ്യാർത്ഥിയെ ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ ആ പദവിയിൽ തുടരുന്നത് ശരിയാണോ? അതല്ല, അക്കാദമികമായ മെറിറ്റ് ചോദ്യം ചെയ്തപ്പോൾ ജാതി അധിക്ഷേപത്തിന്റെ ഇരവാദം ഉന്നയിക്കുകയാണോ? ഓപ്പൺ ഡിഫൻസിൽ വിജയിച്ച ഗവേഷകനെ ഡീൻ ഇടപെട്ട് അയോഗ്യത കൽപ്പിക്കുന്നത് ശരിയാണോ? ഡീനെ സംരക്ഷിക്കുന്ന VC-യുടെ രാഷ്ട്രീയ ഡീൽ എന്താണ്? കേരളയിൽ സംഭവിക്കുന്നത് എന്ത്? കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം ഗവേഷകൻ വിപിൻ വിജയുടെ സുഹൃത്ത് അജിന്ത് അജയ് നമുക്കൊപ്പമുണ്ട്. SFI നേതാവ് M ശിവപ്രസാദ്, സിൻഡിക്കേറ്റ് അംഗം BJP സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ നമുക്കൊപ്പമുണ്ട്. സാമൂഹിക നിരീക്ഷകൻ സണ്ണി M കപ്പിക്കാടുമുണ്ട്. അതിഥികളിലേക്ക് വരും മുമ്പ് അന്ന് ഓപ്പൺ ഡിഫൻസിൽ നടന്നതിൻ്റെ ഒരു ഭാഗം അവിടെ അതിൽ പങ്കെടുത്ത ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ചിത്രീകരിച്ചത് നമുക്കൊന്ന് കണ്ടുവരാം. ഓപ്പൺ ഡിഫൻസിൽ ചെയർമാനടക്കം ഈ വിദ്യാർത്ഥി ഓപ്പൺ ഡിഫൻസിനെ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ഡോക്ടറേറ്റിന് അർഹനാണെന്നും പറഞ്ഞതിനു ശേഷം അവിടെ ഇടപെട്ട ഡീൻ എന്താണ് പറയുന്നതെന്നും ആ ഓപ്പൺ ഡിഫൻസിൽ നടന്നത് എന്താണെന്നും നമുക്കൊന്ന് കണ്ടുവരാം. ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. കാരണം ഒരു കാര്യം ഞാൻ പറയട്ടെ. Why Honorable Vice Chancellor has appointed me as chairman of the board? I am not the ordinary man. I am the reputed professor working in the Central University of Allahabad, Prayagraj. I have come all the way from there for conducting this YKOC. Why external other examiner has given the positive report? Munde matul bhinna. It's very the very, but his research work is working for the doctor of award of PhD degree in Sanskrit. I recommend that to us and to the community authority. Whatever positive suggestions are there, those positive suggestions can be, it may be, it is not a compulsory. It can be accepted, it can be incorporated during the publication. But as this form, this thesis is worthy for the doctor of award of PhD degree in Sanskrit. ഇതൊരു സർവകലാശാലയുടെ PhD വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ ഡിഫൻസിലെ രംഗമാണ്. അവിടെ ചെയർമാൻ അടക്കമുള്ളവർ ചോദ്യങ്ങൾ ചോദിക്കുകയും ജൂറിമാർ പ്രകടിപ്പിച്ച സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തതിന് ശേഷം ഡീന് സ്വാഭാവികമായും ചോദ്യങ്ങൾ ചോദിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. പക്ഷേ ആ ഓപ്പൺ ഡിഫൻസിനെ തടസ്സപ്പെടുത്താൻ ഡീൻ ശ്രമിച്ചിരുന്നു. അജിന്ത് അജയ് നമുക്കൊപ്പം ചേരുന്നു. അജിന്ത്, അന്ന് വിപിൻ വിജയുടെ ഓപ്പൺ ഡിഫൻസിൻ്റെ വേളയിൽ അജിന്ത് അവിടെ ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? അജിന്ത് പറഞ്ഞോളൂ. ഞാൻ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായ ഒരാളാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഓപ്പൺ ഡിഫൻസ് ആയതുകൊണ്ട് തന്നെ ആ പരിസരത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും മറ്റ് സുഹൃത്തുക്കളും സംസ്കൃതം വിഭാഗത്തിലെ ഗവേഷകരും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും തന്നെ അതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ആണ് ആദ്യം തന്നെ അതിനെപ്പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സർവകലാശാല എന്ന് പറയുന്നത് കേരള സർവകലാശാല, നമ്മുടെ മാതൃ സർവകലാശാല, ഇന്ത്യയിൽ തന്നെ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ NIRF റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച റാങ്കിങ്
ഉയർന്ന റാങ്കിങ് കരസ്ഥമാക്കിയ ഉന്നതമായ അക്കാദമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓപ്പൺ ഡിഫൻസുകൾ എന്നൊക്കെ പറയുന്നത് വലിയ തരത്തിലുള്ള അക്കാദമിക ചർച്ചകൾക്ക് വേദിയാവുന്ന ഒരിടങ്ങളായിട്ടാണ് ഇന്ന് വരെ ഇത്ര കാലം ഞങ്ങളൊക്കെ ഗവേഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഓപ്പൺ ഡിഫൻസാണ് അന്ന് ആ ദിവസം വിപിൻ വിജയൻ്റെ ഓപ്പൺ ഡിഫൻസ് ദിവസം കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു പ്രൊഫസർ, ഒരു ഡീൻ, ഒരു HOD കാണിക്കേണ്ട ഒരു മര്യാദയും പുലർത്താതെ ആ പരിപാടി മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് അവിടെ പ്രസന്റ് ചെയ്യുന്ന ഗവേഷകന്റെ മാനസിക നില തകരാറാക്കുന്ന രീതിയിലേക്ക്, മുഴുവൻ ആളുകളെയും ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന രീതിയിലേക്കാണ് ആ ചർച്ച നീണ്ടുപോയത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അധ്യാപകരും വിദ്യാർത്ഥികളും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് കയ്യടിക്കുകയാണ്. ഈ ഡീനിനെതിരെ സംസാരിക്കുന്ന വാക്കുകൾ കേട്ട് കയ്യടിക്കുകയാണ്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അനിൽ പ്രതാപ് ഗിരി, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സാൻസ്ക്രിറ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് അലഹാബാദ്, പ്രയാഗ്രാജ്, അദ്ദേഹമാണ് എക്സ്റ്റേണൽ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, വൈ ഹോണറബിൾ വൈസ് ചാൻസലർ അപ്പോയിന്റഡ് മീ, ഐ ആം ദ ചെയർമാൻ ഓഫ് ദിസ് ഓപ്പൺ ഡിഫൻസ്, I am not an ordinary man. I am a professor, Central University of Allahabad. I am appointed for conducting this Viva Voice. Why examiner commented on positive report? അദ്ദേഹം പറയുന്നത്, ഞാനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചെയർപേഴ്സൺ. ഞാൻ എന്നെ അപ്പോയിന്റ് ചെയ്തത് നിങ്ങൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെയുള്ള വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇത്തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞത്, അവസാനം പറഞ്ഞത്, ഐ റെക്കമെൻഡ് വിപിൻ വിജയൻസ് തീസിസ് ഫോർ ഡോക്ടറേറ്റ് എന്നാണ്. അദ്ദേഹം തീസിസ് റെക്കമെൻഡ് ചെയ്ത് ഡോക്ടറേറ്റിലേക്ക് യൂണിവേഴ്സിറ്റിയെ ശുപാർശ ചെയ്ത സംഭവത്തിനകത്ത് ഡീനിന് ഇത്തരത്തിൽ ഇടപെടാൻ ഒരു അവകാശമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എൻ്റെ കയ്യിലിരിക്കുന്നത് പ്രോട്ടോകോൾ ഫോർ കണ്ടക്ടിങ് ഓപ്പൺ ഡിഫൻസ് ആണ്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റാണ്, ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് or chairperson of the department doctoral committee of the subject concerned shall arrange all necessary facilities for the smooth conduct of the open defense എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന ഡീൻ സംസ്കൃതം HOD കൂടിയാണ്. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി തന്നെ പുറപ്പെടുവിച്ച പ്രോട്ടോകോളിനകത്ത് സ്മൂത്തായി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം കൈക്കൊള്ളണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഡീനും വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അവിടെ ഓപ്പൺ ഡിഫൻസിൽ കൂടി ആർക്ക് വേണമെങ്കിലും ആ ഗവേഷകൻ പ്രബന്ധത്തിൽ സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉന്നയിക്കാം, അതിൽ തടസ്സമില്ല. പക്ഷേ ചെയർപേഴ്സന്റെ റെക്കമെൻഡേഷനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു സൂപ്പർ ചെയർപേഴ്സണായി, ഒരു സൂപ്പർ ജൂറിയായി എങ്ങനെയാണ് ഈ ഡീൻ പ്രവർത്തിച്ചത്? അതൊരു വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്താണോ അജിത്? ഒരു സംശയമില്ല, അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ചെയർപേഴ്സൺ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ ഓഫ് ദ പ്രോട്ടോകോൾ ഈസ് ഓൺലി വോട്ട് ഓഫ് താങ്ക്സ്. അതായത് അദ്ദേഹം തന്നെ ഞാൻ ഈ വിപിൻ വിജയനെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത നടപടിക്രമം യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യലി ചെയ്യേണ്ടത് നന്ദി പറയലാണ്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഡീൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഇദ്ദേഹം MPhil പഠിച്ചൊരു സമയമുണ്ട്. 2015 വിപിൻ വിജയൻ കേരള സർവകലാശാലയിൽ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ MPhilന് ചേരുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ ഗൈഡ് എന്ന് പറയുന്നത് വിജയകുമാരിയാണ്. വിജയകുമാരി ഗൈഡ് ചെയ്തുകൊണ്ട് സംസ്കൃതത്തിൽ ഇദ്ദേഹത്തിന് MPhil സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ വിപിൻ വിജയനുമായി നിരന്തരമായ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളായി വിജയകുമാരി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓപ്പൺ ഡിഫൻസിലേക്ക് PhDയിലേക്ക് 2019 അഡ്മിഷൻ എടുത്തപ്പോൾ ഇതേ വിജയകുമാരി തങ്ങളുടെ അരുൺ സാറിനറിയാം, ഡോക്ടറൽ കമ്മിറ്റി കൂടുമ്പോൾ മുഴുവൻ ആളുകളുടെയും അംഗീകാരം മേടിച്ച ശേഷമാണ് നമുക്ക് ഇതിനകത്ത് ആളുകളെ അഡ്മിഷനേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നത്. ആ ഡോക്ടറൽ കമ്മിറ്റിയിൽ വെച്ച് വിജയകുമാരി ഇദ്ദേഹത്തിനെ ഒരു കാരണവശാലും എടുക്കരുതെന്ന് അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന, താൻ ഏത് ഐഡന്റിറ്റിയിലാണ്, തൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് കൃത്യമായി അറിയുന്ന വിജയകുമാരി അന്ന് തന്നെ ഇദ്ദേഹത്തെ എടുക്കരുതെന്ന് പറഞ്ഞ് ആ ഡോക്ടറൽ കമ്മിറ്റിയിൽ ഒപ്പിടാതിരിക്കുകയും മറ്റ് പ്രൊഫസർമാർ മുഴുവൻ ഇദ്ദേഹത്തെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ആയിട്ടുള്ള പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിന് PhDയിലേക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് വാദിക്കുകയും ചെയ്ത്
ഇദ്ദേഹം എന്നിട്ട് വിജയകുമാരി യൂണിവേഴ്സിറ്റിയിലേക്ക് പരാതി പോയി. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം PhD അഡ്മിഷൻ എടുക്കാൻ മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് വിപിൻ വിജയന് വഴുകുന്ന ലേറ്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരന്തരമായ ജാതി വിവേചനത്തിൻ്റെതായിട്ടുള്ള ഒരു ഘടകമുണ്ടോ അജിത്? തീർച്ചയായും അത് കേവലം വിജയകുമാരിയോട് മാത്രമുള്ള സമീപനമായി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പാടില്ല. റിപ്പോർട്ടറിനകത്ത് അടക്കം വാർത്ത വന്നതാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥിയോട് അപമര്യാദയായി തൻ്റെ മതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിപിൻ വിജയൻ ഈ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായി. അദ്ദേഹം കരയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഈ ഡീനിനോട്, എന്നെ പഠിപ്പിച്ച അധ്യാപിക എന്ന ആ ഒരു ബന്ധം വെച്ചുകൊണ്ട്, ടീച്ചർ PhD എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ്, ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചത് ആ ഡോക്ടറേറ്റ് എന്നുള്ള പദവി ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പോയി കരഞ്ഞു പറയുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ, ഈ വിജയകുമാരി പറഞ്ഞ വാചകം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല സംസ്കൃതം എന്ന് പറയുന്നത്, ഇത് പരിശുദ്ധമായൊരു സബ്ജക്റ്റാണ്, നിങ്ങളെ പോലുള്ള ആളുകൾ ഇത് കളങ്കപ്പെടുത്തുകയാണെന്ന് ഇദ്ദേഹത്തോട് നേരിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കേൾക്കാൻ അവിടുത്തെ അധ്യാപകരുണ്ടായിരുന്നു, അവിടുത്തെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആളുകളുണ്ടായിരുന്നു. സംസ്കൃതം പഠിക്കാൻ അർഹതപ്പെട്ട ഒരു അതെ, മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതേ ഡിപ്പാർട്ട്മെന്റിൽ ഈ ടീച്ചറുടെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ മുന്നിൽ കൂടി വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളതാണ് ഗൗരവപരമായിട്ടുള്ള വിഷയം. തനിക്ക് എന്തും പറയാം, തന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള ധാർഷ്ട്യത്തിന്റെ പുറത്ത് മാത്രമേ ഒരു മനുഷ്യൻ അത്രയും നീചമായ വാക്കുകൾ, മലിനമസമായ വാക്കുകൾ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ, താൻ പഠിപ്പിച്ച മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ മുന്നിൽ നോക്കി പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഞാൻ മടങ്ങി വരാം. PS ഗോപകുമാർ സിൻഡിക്കേറ്റ് അംഗമുണ്ട്. PS ഗോപകുമാർ, ഈ അധ്യാപിക കേരള സർവകലാശാലയ്ക്ക് ഡീനായി തുടരുന്നത് സർവകലാശാലയ്ക്ക് അലങ്കാരമാണോ അപമാനമാണോ? ഞാൻ ഇതിൻ്റെ അക്കാഡമിക് മെറിറ്റിലേക്ക് ഇത് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം അധ്യാപികയും HODയും അതുപോലെ തന്നെ ഫാക്കൽറ്റി ഡീനുമായിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരി ടീച്ചർ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നുള്ളൊരു പരാതിയാണ് കേരള ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയൊക്കെ പരിഗണനയിലുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ ഓപ്പൺ ഡിഫൻസിൽ കൃത്യമായിട്ട് നേരിട്ട് പങ്കെടുത്ത ഒരാളാണ്. അദ്ദേഹം ആദ്യം മുതൽ പറയുന്ന കൂട്ടത്തിൽ ഒരിടത്തും ഇതൊരു ജാതീയമായ അധിക്ഷേപം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ആങ്കർ ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ നിലയിലേക്ക് വരുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കാനാണ്, ഇതൊരു അക്കാഡമിക് തലത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള സർവകലാശാല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ NIRF റാങ്കിങ്ങിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ 5ാമത്തെ റാങ്ക് അലങ്കരിക്കുകയാണ്. NAC അക്രഡിറ്റേഷനിൽ അതേപോലെ തന്നെ ഉയർന്ന AA+ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സർവകലാശാലയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഈ സർവകലാശാലയുടെ അക്കാഡമിക് മെറിറ്റ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപക സമൂഹത്തിനും അക്കാഡമിക് സമൂഹത്തിനും മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർവകലാശാലയിലെ ഈ പരാതിക്ക് ഇടയായ സംഭവം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. ഓപ്പൺ ഡിഫൻസിലെ പ്രബന്ധം അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് താല്പര്യമുള്ള ആളുകളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം അക്കാഡമിക് താല്പര്യമുള്ള ആളുകളും ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത സമയത്ത് എതിരഭിപ്രായം ചോദിച്ച, അല്ലെങ്കിൽ ഈ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ആ ചോദ്യങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും പല ആളുകളെയും ചോദ്യകർത്താക്കളെയും ആ ഓപ്പൺ ഡിഫൻസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് ഒരാക്ഷേപം. ആ തരത്തിൽ പരാതിയുണ്ട്. അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥിക്ക്, ഈ കുട്ടി തന്നെ ആണ്, ഈ കുട്ടിയെ നിയന്ത്രിക്കുന്ന ആളുകളോ സാങ്കേതിക സൗകര്യങ്ങൾ, അതായത് ഓൺലൈനിൽ പങ്കെടുത്ത പല അക്കാഡമിക് വിദഗ്ധന്മാരെയും ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഓപ്പൺ ഡിഫൻസിന്റെ ചെയർപേഴ്സൺ ലക്നൌവിലെ സർവകലാശാലയിലുള്ളൊരു പ്രൊഫസർ ആയിരുന്നില്ലേ? ആ പ്രൊഫസറുടെ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ടോ PS ഗോപകുമാർ?
പ്രൊഫസറുടെ റിപ്പോർട്ടല്ല ഞാൻ പറയുന്നത്, അവിടെ നടന്ന ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ പറയുന്ന PS ഗോപകുമാർ പല ചെയർപേഴ്സണല്ലേ റിപ്പോർട്ട് പൂർണ്ണമല്ല. രേഖപ്പെടുത്തേണ്ടത്? ചെയർപേഴ്സൺ മാത്രം പറയുന്നത് ആധികാരികമാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാം? എനിക്ക് പറയാൻ പറ്റും. അതാണ് ചെയർപേഴ്സൺ മാത്രമേ സർവകലാശാലയിലെ നിങ്ങളുടെ ചട്ടം. ദൃഷ്ടിയിൽ ആധികാരികമാണെന്നുള്ളതാണ്. അതാണ് ഇപ്പൊ സർവകലാശാലയിലെ ഇവിടെ ചട്ടം. ഓപ്പൺ അത് ഡിഫൻസിന്റെ അത് ചട്ടം അതാണ് നിങ്ങളുടെ സാർ. ചട്ടമാണ് സർവകലാശാലയിലെ ചട്ടങ്ങൾ. ശരി, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അത് അംഗീകരിക്കുന്നു. ചട്ടങ്ങൾ പ്രകാരമാണോ കേരളത്തിലെ സർവകലാശാലകളിൽ കാര്യങ്ങൾ നടക്കുന്നത്? ചട്ടങ്ങൾ അനുസരിച്ചേ നടക്കാൻ പാടുള്ളൂ. ആണെങ്കിൽ ഇവിടെ ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾ പറയുന്ന വാദങ്ങളെല്ലാം ഓപ്പൺ ഡിഫൻസ് പാടുള്ളൂ എന്നുള്ള വാദം ഞാൻ അംഗീകരിക്കുന്നു. നോക്കൂ, ചട്ടപ്രകാരം മാത്രമേ കേരളത്തിലെ സർവകലാശാലകളിൽ ഈ കാര്യങ്ങൾ നടക്കാവൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. എവിടെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും ഏത് സർവകലാശാലയിൽ ഏത് ചെയർപേഴ്സണും റെക്കമെൻഡ് ചെയ്യാതെ എന്നെ കൂടി കേൾക്കൂ. കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയിലെ ഒരു മാസം മുമ്പ് നടന്ന സംഭവവികാസങ്ങൾ അങ്ങേക്ക് അറിവുള്ളതാണോ? സാങ്കേതിക സർവകലാശാലയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ PG ഡിഗ്രി എടുക്കാത്ത ഒരു വിദ്യാർത്ഥിയെ സ്പെഷ്യൽ ഉത്തരവുകൾ കൂടി റിസർച്ചിന് പരീക്ഷ എഴുതിച്ചു തൃശൂർ ഗവൺമെന്റ് കോളേജിൽ. നിങ്ങൾ അംഗീകരിക്കുമോ? ആ കുട്ടിയെ പുറത്താക്കാൻ അല്ലല്ല, കേരളത്തിലെ സർവകലാശാലകളിലെ PhD ബിരുദദാനങ്ങളെല്ലാം ചട്ടപ്രകാരമാണെന്നുള്ള അങ്ങയുടെ വാദത്തെ അല്ലല്ല, എന്റെ പോയിന്റ് ഇതാണ്. ചട്ടപ്രകാരമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഞാനും അങ്ങയും ആഗ്രഹിക്കുന്നു, അക്കാദമിക് സമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെയാണോ നടക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. PS ഗോപകുമാർ, കേരള സർവകലാശാലയിലെ സംസ്കൃതത്തിൽ നടന്ന ഓപ്പൺ ഡിഫൻസിൽ ചെയർപേഴ്സണും ജൂറി അംഗങ്ങളും, അതായത് എക്സാമിനേഷൻ കമ്മിറ്റി പ്രബന്ധം പരിശോധിച്ച അധ്യാപകരും എക്സാമിനർമാരും PhD കൊടുക്കാമെന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൽ ഇടപെട്ട് അവിടെ അലങ്കോലപ്പെടുത്തിയത് ശരിയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ജാതി വിവേചനത്തിലേക്ക് രണ്ടാമത് വരാം, അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ താങ്കൾ മെറിറ്റിലേക്ക് വന്നതുകൊണ്ടാണ് എന്റെ ചോദ്യം. അലങ്കോലപ്പെടുത്തിയിട്ടില്ല. അലങ്കോലപ്പെടുത്തിയെന്ന് എനിക്ക് ഇപ്പോൾ നിങ്ങൾ കാണിച്ച വിഷ്വലാണ് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ HOD അലങ്കോലപ്പെടുത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു ചെയർപേഴ്സൺ പറയാണ്, ഞാനാണ് ഈ ഓപ്പൺ ഡിഫൻസിന്റെ ചെയർപേഴ്സണായി നിയമിച്ചത് നിങ്ങളുടെ സർവകലാശാല VC ആണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെ ഈ സർവകലാശാലയിൽ ഉണ്ടായി? അല്ല, അവിടെ HOD ആയിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരുടെ സാന്നിധ്യം ആവശ്യമായിരുന്നോ അല്ലയോ? അല്ല, ഈ സമയത്ത് ആവശ്യമല്ല. കാരണം ആ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും ആ സമയത്ത് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡീൻ അതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. ഡീൻ ഈ റിപ്പോർട്ട് എന്താണോ ആ റിപ്പോർട്ട് സർവകലാശാലയിൽ ഏൽപ്പിക്കുക എന്നതാണ് ഉത്തരവാദിത്വം. ഡോക്ടർ CN വിജയകുമാരിയെ ഒരു ദൂതനായിട്ടാണോ അല്ലെങ്കിൽ പിയൂണായിട്ടാണോ അവിടെ വിളിച്ചിരുത്തിയിട്ടുള്ളത്? സംശയമുണ്ട്. അതായത് ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയുടെ റിസർച്ച് ചെയ്ത അധ്യാപകനാണെങ്കിലും ഗൈഡാണെങ്കിലും മറ്റുള്ളവരാരാണെങ്കിലും അവിടെ അപ്രസക്തരാണ്. അവിടെ വിദ്യാർത്ഥിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ അധ്യാപകരുണ്ടല്ലോ, ചെയർപേഴ്സൺ അവിടെയുള്ള ജൂറി മെമ്പർമാരുടെ വാല്യുവേഷൻ റിപ്പോർട്ട് വായിക്കുകയും അതിലുള്ള സംശയങ്ങൾ പറയുകയും ഡീൻ അടക്കമുള്ളവർ അവിടെ ഒരു കാണി എന്ന നിലയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഡീൻ ഒരു പ്രത്യേക അധികാരവും അവിടെ ഇല്ല. ഡീന് എത്ര വിയോജിപ്പെടുത്തിയാലും എക്സാമിനേഴ്സ് നോക്കി വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തു എന്ന് റിപ്പോർട്ട് എഴുതിയ ഒന്നിൽ ഡീന് മാറ്റം വരുത്താൻ കഴിയുമോ PS ഗോപകുമാർ? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത HOD എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അവർക്ക് കൊടുക്കൂ. അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ചർച്ച വേണം? ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത സംസ്കൃത വിഭാഗത്തിന്റെ HOD ഡീൻ എന്നുള്ള നിലയിൽ ഡോക്ടർ CN വിജയകുമാർ അഭിപ്രായം രേഖപ്പെടുത്തലല്ല PS ഗോപകുമാർ കണ്ടത്. നമ്മളുടെ സർവകലാശാല ക്ഷണിച്ചു വരുത്തിയ ലക്നൗ സർവകലാശാലയിലെ പ്രൊഫസർക്ക് പറയേണ്ടി വന്നു ഇതെന്താണ് അവിടെ നടക്കുന്നതെന്ന്. പറയേണ്ടി അല്ല, ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവകാശം HODക്ക് ഇല്ലേ? തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ. അതിന് അക്കാഡമിക് മെറിറ്റ് കൂടി കേൾക്കാതെ ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് ഈ വിദ്യാർത്ഥിക്ക് PhD റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമോ?
അല്ല, ചോദ്യങ്ങളോട് ആ കുട്ടികളുടെ വിദ്യാർത്ഥിയുടെ പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ അന്വേഷിച്ചോ? ഏത് രീതിയിലുള്ള പ്രതികരണമാണെങ്കിലും അത് പബ്ലിക്കേഷനിൽ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. ഗവേഷണ വിഷയത്തിൽ അതല്ലെങ്കിൽ എക്സാമിനർമാർ വിയോജിക്കണം. അതിന് നിയുക്തരായിരിക്കുന്ന എക്സാമിനറും ചെയർപേഴ്സണും പറയണം ഈ വിദ്യാർത്ഥിക്ക് PhD അർഹനല്ല എന്ന് വിധി കൽപ്പിക്കണം. വിപിൻ വിജയൻ ഇവിടെ വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥിക്ക് PhD കൊടുക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതിന്റെ ചട്ടപ്രകാരം പൊയ്ക്കോട്ടെ. ആ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത HOD എന്നുള്ളതിൽ ഡോക്ടർ CN വിജയകുമാരി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ഇതാണോ അഭിപ്രായം രേഖപ്പെടുത്തിയത്? ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത പല ആളുകളും അടിസ്ഥാന ചോദ്യങ്ങളോട് പോലും അവിടെ മുമ്പ് നടന്ന ചോദ്യങ്ങൾ ഒരു കുട്ടിക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സർവകലാശാലയുടെ മെറിറ്റ് എന്താ? കേരളത്തിന്റെ പൊതുമധ്യത്തിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു സർവകലാശാലയിൽ സമ്പാദിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചു വരുത്തിയ എക്സാമിനർ ചെയർപേഴ്സൺ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അവിടെ മുമ്പ് നടന്ന സംഭവങ്ങള് ആ കുട്ടിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തോട് ആ കുട്ടി പ്രതികരിച്ച രീതി കണ്ടിട്ടായിരിക്കാം HOD പ്രതികരിച്ചത്. HODയുടെ പ്രതികരണം ഡോക്ടറൽ കമ്മിറ്റി ചെയർമാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അതല്ല, നിങ്ങളെ CN വിജയകുമാരിയുടെ മുന്നിൽ വെച്ച് ഞാനാണ് ഈ പരിപാടിയുടെ ചെയർപേഴ്സൺ എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കും? ഞാനാണ്, അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ഞാനാണ് ചോദിക്കാൻ എനിക്ക് ചോദ്യം. ഒരു ദൃശ്യം കൂടി നമുക്ക് ഇന്ന് സർവകലാശാല ഞാൻ വരാം മറ്റതിഥികളിലേക്ക് വരാം. അജിത്, ഇന്ന് ഗോപകുമാർ സർവകലാശാലയുടെ പുറത്ത് നടന്ന ഒരു സംഭവം കൂടി നമുക്ക് കണ്ടുവരാം. ആ സർവകലാശാലക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലവാരി കുത്തിയിലടിക്കും ഉള്ള കാര്യം പറയാം. ഈ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ്. ആ സർവകലാശാലക്കകത്ത് നിന്നുകൊണ്ട് ഒരാളുടെ ജാതി പറഞ്ഞ കാലവാരി കുത്തിയിലടിക്കും ഉള്ള കാര്യം പറയാം. ഈ ഡീനിന്റെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു ദളിതനാണ് എന്നെങ്ങനെയാണ് ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് പറയാൻ കഴിയുക? അതിന്റെ അർത്ഥം എന്താണ് ഗോപകുമാർ? ഇവിടെ നോക്കൂ, ഈ അക്കാഡമിക് വിഷയത്തിലെ എനിക്കതുകൂടി പറയാനുള്ളൊരു സാവകാശം കാരണം ഈ വിഷയത്തിൽ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളതോട് കേൾക്കണം. 15-ാം തീയതി നടന്ന ഈ ഓപ്പൺ ഡിഫൻസിൽ ഈ കുട്ടി എവിടെയെങ്കിലും ജാതീയമായ പരാമർശം അധിക്ഷേപം നേരിട്ടതായിട്ട് പറയുന്നില്ല. അതിനുശേഷം നവംബർ 5-നാണ് ബഹുമാനപ്പെട്ട കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കും പോലീസിലേക്കും പരാതി കൊടുക്കുന്നത്. ഒക്ടോബർ 5-ന് ശേഷം 20 ദിവസങ്ങൾക്ക് ശേഷമാണ് ഗുരുതരമായ ജാതി അധിക്ഷേപങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ കുട്ടി പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം നേരിടുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, വളരെ വിനയത്തോടു കൂടി ചോദിക്കാനുള്ളത്, കേരളത്തിൽ 15 വർഷമായിട്ട് ഈ തരത്തിൽ പരിഷ്കൃത സമൂഹം എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ 15 വർഷമായിട്ട് MA, MEd, MPhil ഈ തരത്തിൽ ഉയർന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയ ഒരു വിദ്യാർത്ഥി പറയുകയാണ് 15 വർഷമായിട്ട് ഞാൻ ജാതി അധിക്ഷേപം നേരിടുന്നു എന്നുള്ളത്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? 15 വർഷമായിട്ട് ജാതി അധിക്ഷേപം നടത്തിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഈ വിദ്യാർത്ഥി പൊതുസമൂഹത്തിലോ മറ്റേതെങ്കിലും ഏജൻസികളുടെ മുന്നിലോ ഇത് എത്തിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോഴൊന്നും നവംബർ 5-ന് ശേഷം നമ്മൾ ജാതി അധിക്ഷേപത്തിലൂടെ ഒരാൾ കടന്നു പോകുന്നതിന്റെ മാനസിക നില നിങ്ങൾ എങ്ങനെയാണ് അളക്കുക ഗോപകുമാർ? ഇപ്പോൾ അദ്ദേഹം അത് പറയുന്നു, പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം അത് കേൾക്കുകയും അങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനോട് അത് ചോദിക്കുകയും വേണം. നിങ്ങൾ ഇന്ന് സംരക്ഷിച്ചു പിടിക്കുകയാണ് ആ ഡീനെ. അല്ല, ഞങ്ങൾ സംരക്ഷിച്ചതല്ല. കേരള സർവകലാശാലയുടെ അക്കാഡമിക് മെറിറ്റ് ഉയർത്താനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതാണോ ഈ കുട്ടി അവിടെ ചോദിച്ച ഓപ്പൺ ഡിഫൻസിൽ ചോദിച്ച ഗവേഷണ പ്രബന്ധം. ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ സർവകലാശാലയ്ക്ക് അഭിമാനമോ അപമാനമോ എന്നതാണ് ചോദ്യം. കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത് എന്ത്? ഞാൻ ഒരു ദൃശ്യം കൂടി കാണിക്കാം PS ഗോപകുമാർ. അതിനുശേഷം ഞാൻ സണ്ണിക പിക്കാടിലേക്ക് കൂടി വരാം. നേരത്തെ പറഞ്ഞ ബൈറ്റ് നമുക്കൊന്നുകൂടി കേട്ടുവരാം. ടീച്ചറുടെ വീട്ടിൽ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും ഭർത്താവിന് പോലും അന്നം വിളമ്പി കൊടുക്കുന്നത് ഒരു ദളിതാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെയാണ് അധിക്ഷേപിക്കുന്നത്. എന്താണ് PS ഗോപകുമാർ ഇതിന്റെ അർത്ഥം? ഒരു കാര്യം പറയാനുണ്ട്, അതിനുള്ളൊരു അവസരം. കേരള സർവകലാശാലയിലെ ഓപ്പൺ ഡിഫൻസ് സംബന്ധിച്ച് നടന്ന പരാതിയിലെ ഈ ആരോപണം ടീച്ചർ സംസ്കൃത സർവകലാശാല കേരള സർവകലാശാലയിലെ ടീച്ചറുടെ ഓഫീസിൽ വരുന്ന കുട്ടികൾക്ക്
ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവിടെ പങ്കെടുക്കുന്നതെങ്കിൽ അവിടെ വെള്ളം തെളിക്കുന്നൊക്കെയുള്ള ആക്ഷേപമാണുള്ളത്. യഥാർത്ഥത്തിൽ അന്നം വിളമ്പി കൊടുക്കുന്നത് അത് അയിത്തത്തിൻ്റെ വേറൊരു ലക്ഷണമാണല്ലോ ഈ വെള്ളം തെളിപ്പുമൊക്കെ. അപ്പോൾ ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വരുന്ന സമയത്ത് അവിടെ അയിത്തം കൽപ്പിച്ച് വെള്ളമൊഴിക്കുന്നു എന്നുള്ള ആക്ഷേപം നേരിടുന്ന ഈ അധ്യാപികയുടെ വീട്ടിലെ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. കഴിക്കുന്ന ആഹാരം കൊടുക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അതിന് നിങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം ഞാൻ അതിന് ആ നിറത്തിൽ കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ മെറിറ്റിലാണ്. അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയാണ് ആഹാരം കൊടുക്കുന്നത്. ആ തരത്തിൽ ഉന്നത ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടും ഇഷ്ടത്തോടും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന അധ്യാപികയുടെ അമ്മയെ ജോലിക്ക് വെക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. പി എസ് ഗോപകുമാർ അത് സണ്ണി കപ്പിക്കാട് വിശദീകരിക്കും. ആഹാരം വിളമ്പി കൊടുക്കുന്നത് ജോലിയാണ്. ആഹാരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്ത സാക്ഷിയായ അധ്യാപിക പി എസ് ഗോപകുമാർ, ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഈ കേസിൽ ആ അധ്യാപിക മൊഴി കൊടുത്തിരിക്കുന്നത് പ്രകാരം ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് ഒരു സാക്ഷിമൊഴി. ശ്രീകാര്യം ജാതി അന്വേഷിച്ചല്ലോ, അപ്പൊ ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്നും കൂടി അന്വേഷിക്കണ്ടേ നിങ്ങൾ? അല്ലല്ല, എന്റെ ചോദ്യം ഇതാണ്. ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ട് എന്ന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലുണ്ട്. മാത്രമല്ല, ഇത് വിദ്യാർത്ഥി പടച്ചുണ്ടാക്കിയ ഒരു വിവാദമല്ല. അത് കേട്ട ഒരു അധ്യാപിക ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. പി എസ് ഗോപകുമാർ, ആ ഡീനിനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, കേരള സർവകലാശാലയിൽ 15 വർഷമായിട്ട് ജാത്യധിക്ഷേപം നടക്കുന്നുവെങ്കിൽ അതൊരു അധ്യാപികയ്ക്ക് ബോധ്യമുണ്ട് എങ്കിൽ 15 വർഷമായിട്ട് ജാത്യധിക്ഷേപം മറച്ചു വെച്ചതിന് ആ അധ്യാപികയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, നിങ്ങൾ ഒളിച്ചു വെക്കുവോ? അത് തന്നെയാണ് ജാത്യധിക്ഷേപം നടത്തിയിട്ടില്ല. ഇത് അക്കാഡമിക് മെറിറ്റ് ആണ്. അക്കാഡമിക്, അതായത് ഒരു സർവകലാശാലയിലെ ഏറ്റവും ഉയർന്ന ഡിഗ്രിയായ PhD കിട്ടാൻ വേണ്ടി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യ എത്രമാത്രം കഷ്ടപ്പെട്ട് എത്രമാത്രം സാമൂഹിക പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് കടന്നു വരിക. അയാൾക്കത് കിട്ടുന്ന നിമിഷത്തിൽ മുഴുവൻ പരീക്ഷ വാല്യൂ ചെയ്ത അധ്യാപകരും വിധികർത്താക്കളും ചെയർമാന്മാരും റെക്കമെൻഡ് ചെയ്തതിന് ശേഷം നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോകേണ്ട സമയത്താണ് ഈ ഡീൻ ഈ വലിയ ഓപ്പൺ ഡിഫൻസിനെ അലങ്കോലമാക്കുന്ന ദൃശ്യങ്ങളുള്ളത്. ഒരു ദൃശ്യം കൂടിയുണ്ട്, ഞാൻ അത് കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ കാണിക്കാം. ഇതെന്താണ് കേരള സർവകലാശാലയിൽ സംഭവിക്കുന്നത്? ഈ ഡീനെ VC-യും ഇപ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും സംരക്ഷിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാതി അധിക്ഷേപം നടന്നു എന്നുള്ളതിന് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഒരു അധ്യാപികയുടെ കൂടി സാക്ഷിമൊഴി കൂടിയുണ്ട്. സണ്ണി കപ്പിക്കാട്, ഇന്ന് BJP സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞതിനെയും താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിനകത്ത് 3 കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. വിപിൻ എന്ന വിദ്യാർത്ഥി 6 വർഷം കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയ PhD തീസിസിന്റെ ഓപ്പൺ ഡിഫൻസ് നടക്കുകയും അതിൽ അദ്ദേഹത്തിന് അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കേണ്ട വ്യക്തി, അദ്ദേഹം ഒരു പ്രൊഫസറാണ്, അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം വിപിൻ മോഹൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഡോക്ടറേറ്റ് കിട്ടുവാൻ അർഹനാണ് എന്ന് വിധി എഴുതുകയും ചെയ്തതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡീൻ എന്ന് പറയുന്ന ഡോക്ടർ വിജയകുമാരി എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഇടപെടേണ്ട കാര്യമേ ഇല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഡിസൈഡഡ്. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഇവരവിടെ കയറി ഞാൻ ഡീനാണെന്നുള്ള നിലക്ക് അവിടെ അലങ്കോലമുണ്ടാക്കിയതാണ് ഈ പ്രശ്നങ്ങളുടെ കാതലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഡിഫൻസ്, ഓപ്പൺ ഡിഫൻസിൽ ചെയ്യേണ്ട പ്രൊസീജിയർ ചെയ്യാതിരിക്കുകയും ഈ കുട്ടിക്ക് PhD അവാർഡ് ചെയ്യാവുന്നതാണെന്ന് പറയുന്ന ഡിസിഷനിൽ വളരെ വിഭ്രാന്തി അനുഭവപ്പെടുകയും ചെയ്ത ഒരാളെയാണ് ആ സീനിൽ നമ്മൾ കാണുന്നത്. ഇത് അങ്ങനെ ഒരു വിഭ്രാന്തി പിടിപെടാം മനുഷ്യർക്ക്. അപ്പൊ ഇത് നമ്മൾ കാണണം. ഒരു അധ്യാപിക എന്ന നിലയിലല്ല അവർ അവിടെ ഇടപെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു കുറ്റകൃത്യം. അവർക്കതറിയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്ദി പ്രകാശിപ്പിച്ച് എല്ലാവരും പിരിയുക എന്നത് മാത്രം നടക്കേണ്ടിടത്താണ് ഈ അലങ്കോലം മുഴുവൻ അവിടെ ഉണ്ടായത്. രണ്ടാമതൊരു കാര്യം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് വിപിൻ പറഞ്ഞതിന് ശേഷം നിന്നെപ്പോലുള്ളവർക്ക് പഠിക്കാനുള്ളതല്ല സംസ്കൃതം, നിങ്ങൾ സംസ്കൃതത്തെ മലിനമാക്കുന്നു എന്ന വാക്കാ പറയുന്നത്. ജാതി കൂട്ടി പറഞ്ഞില്ലോ എന്നുള്ളവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നൊരു BJPയുടെ ആള് പറയുന്നുണ്ടല്ലോ പ്യുവർ അക്കാഡമിയാണെന്ന്.
ഈ നിങ്ങളൊക്കെ എന്ന് ഈ പറഞ്ഞ ഡീൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ചെയർമാൻ ഓൾറെഡി PhDക്ക് അർഹനാണെന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ ചൂണ്ടി നിങ്ങൾ സംസ്കൃതത്തെ മലിനമാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ വിജയകുമാരി ഈസ് പ്രാക്ടീസിങ് അൺടച്ചബിലിറ്റി. അവർ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് പല രൂപങ്ങളുണ്ട് അൺടച്ചബിലിറ്റിക്ക്. അന്നേരമാണ് വിചിത്രമായ വേറൊരു കാര്യവുമായി രംഗപ്രവേശം ചെയ്യുന്നത്. എന്റെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ദളിതരാണത്രേ. അതുകൊണ്ട് ദളിതർക്ക് എന്ത് അയോഗ്യത ഉണ്ടെന്നാണ് ഈ ഗോപകുമാർ വിചാരിക്കുന്നത്? അവർ ഭക്ഷണം പാചകം ചെയ്യുന്നവരാണെങ്കിൽ അവർ രുചികരമായ ഭക്ഷണം പാചകം ചെയ്ത് അത് വിതരണം ചെയ്യുന്നുണ്ടാകും. അത് വിജയകുമാരിയുടെ വലിയ ഉദാരതയും അവരുടെ മാനവികതയായിട്ടൊക്കെ പറയുന്നത് പണ്ട് കാലത്ത്. ഇത്തരം തേർഡ് റൈറ്റ് വാദങ്ങൾ ഉന്നയിക്കരുത്. അവർ അവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുത്തുകൊള്ളണം. അതല്ലാതെ അവർ വിളമ്പിത്തരുന്ന ഭക്ഷണം അത് കണ്ടോ വളരെ പെട്ടെന്ന് മിത്തിക്കലാകുക. അമ്മയാണ് ഭക്ഷണം കൊടുക്കുന്ന ആള്. അമ്മയാണോ വീട്ടിലെ വേലയെല്ലാം ചെയ്യേണ്ടത്? ഇവരെന്താ ഈ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത് അപമാനം. ഇപ്പോൾ ഗോപകുമാർ പറഞ്ഞ കാര്യം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആത്മാഭിമാനമുള്ള ദളിതരെ മുറിവേൽപ്പിക്കുന്ന കാര്യമാണ്. എന്റെ വീട്ടിൽ ഞാൻ വേലയ്ക്ക് നിർത്തിയിരിക്കുന്ന ഒരു ദളിതയാണെന്നുള്ളതാണ് അത്ര വിജയകുമാരിയുടെ യോഗ്യത. എന്ത് യോഗ്യത? ഇവരെന്താണ് ഈ പറയുന്നത്? മൂന്നാമത്തെ കാര്യം, ഇവർ ജാതി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് മാനദണ്ഡമല്ല. നിങ്ങളെപ്പോലുള്ളവർ മലിനമാക്കുന്നു. അവാർഡ് കിട്ടിയ വിദ്യാർത്ഥിയോടാ പറയുന്നത്. മലിനമാക്കുന്നു എന്ന് പറഞ്ഞ സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷയെ അയിത്തജാതിക്കാർ വന്ന് മലിനമാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നതിന്റെ അർത്ഥം. അത് വിജയകുമാരിക്ക് മനസ്സിലായില്ലെങ്കിൽ SC/ST അട്രോസിറ്റീസ് ആക്ടിൽ വ്യക്തമായി 3-ാം വകുപ്പിൽ പറയുന്ന ഒരു കാര്യം, ഒരാൾ പരസ്യമായി അപമാനിക്കപ്പെട്ടാൽ അത് അട്രോസിറ്റിയാണ്. ഇത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ചാണ് വിപിൻ അപമാനിക്കപ്പെട്ടത്. ആ അപമാനിക്കപ്പെടുമ്പോൾ ജാതീയമായ താല്പര്യം വിജയകുമാരിക്കുണ്ടോ ഇല്ലയോ എന്നത് ഇതിനകത്തൊരു ഡിറ്റർമിനന്റ് ഫാക്ടർ അല്ല. ഏത് സമയത്തും ഏത് അൺടച്ചബിൾ കാസ്റ്റിൽപ്പെട്ടയാളും ഇവരാൽ ആക്രമിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും കൊല്ലപ്പെടാനും ബലാത്സംഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് CRPCയിൽ നിന്ന് ഭിന്നമായി മറ്റൊരു ആക്ട് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അൺടച്ചബിലിറ്റിയെയും ഇതുപോലുള്ള പ്രാക്ടീസിനെയും കാണുന്നത് പേഴ്സണൽ കുറ്റമായിട്ടല്ല, സോഷ്യൽ ക്രൈമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വിജയകുമാരി യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് സാമൂഹികമായ ഒരു കുറ്റകൃത്യമാണ്. ഇങ്ങനെ വേണം ഈ കാര്യത്തെ മനസ്സിലാക്കാൻ. അതായത് അവർ അധ്യാപിക എന്ന നിലയിൽ പാലിക്കേണ്ട ചുമതലകൾ പാലിക്കാതിരിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് PhD അഡ്മിഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വിഭിന്ന സുഹൃത്തുക്കളോട് സംസാരിച്ചു. 1 വർഷമാണ് ഇവർ ഇടപെട്ട് മരവിപ്പിച്ചത്. അങ്ങനെ മരവിപ്പിച്ചെങ്കിൽ അദ്ദേഹം വിജയകരമായി PhD എടുക്കുന്നു. ആ PhDയുടെ ഓപ്പൺ ഡിഫൻസിലെ ചെയർമാൻ പറയുന്നു അവൻ അർഹനാണ് എന്ന് പറയുന്നു. എന്നിട്ടും മതിവരാത്ത ഭ്രാന്താണ്, ജാതി ഭ്രാന്താണ് അക്ഷരാർത്ഥത്തിൽ ഡോക്ടർ വിജയകുമാരി കാണിക്കുന്നത് എന്ന് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇതിനെ ഡിഫൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്നം കഴിക്കുന്നത്, എന്തന്നം? ചോറ് കഴിക്കുന്നത്, അന്നം കഴിക്കുന്നത് ദളിതനിൽ നിന്നാണ് അത്ര വലിയ കാര്യമായി പോയി. നിങ്ങൾക്കൊന്നും ചോറ് വിളമ്പി തരാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. അത് തന്നെ ഈ പറയുന്ന കാര്യം. അതൊരു മാന്യതയായിട്ട് ദളിതരൊട്ട് എടുക്കുന്നുമില്ല. അത് തന്നെയാ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരിക്കുന്ന വിജയകുമാരിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഡീൻ എന്ന നിലക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരാൾ ആ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. രണ്ട് കുറ്റങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടേണ്ട സപ്പോർട്ട് അവർ കൊടുക്കാൻ ധാർമ്മികമായി, നൈതികമായി, എത്തിക്കലായി അവർ ബാധ്യസ്ഥയാണ്. അവരത് കൊടുത്തില്ല. അത് പോട്ടെ, അത് അവർക്ക് കൊടുക്കാൻ അറിയില്ല. കാരണം അവർ ഒരു നൈതിക ജീവിയല്ല, എത്തിക്കൽ ബീയിങ് അല്ല വിജയകുമാരി. അങ്ങനെയാണെങ്കിൽ സ്വന്തം വിദ്യാർത്ഥിയോട് ഒരിക്കലും നിന്നെപ്പോലുള്ള പുലേരും പറഞ്ഞു എന്നാണ് പുറത്തു കേൾക്കുന്ന വാർത്ത. ഞാൻ കേട്ടില്ല, ഞാൻ ഓപ്പൺ ഡിഫൻസിൽ പോയ ആളല്ല. ഇനി അങ്ങനെ നിന്നെപ്പോലുള്ളവർ സംസ്കൃതത്തെ പൊല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റി പ്രാക്ടീസാണ്. സംശയമില്ല. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അത് അൺടച്ചബിലിറ്റിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതുകൊണ്ട് അവർ ഒരേ സമയം സ്വന്തം ഡ്യൂട്ടി ചെയ്തില്ല, രണ്ടാമത് ഒരു സോഷ്യൽ ക്രൈം ചെയ്തിരിക്കുന്നു. ഈ സോഷ്യൽ ക്രൈം ചെയ്ത ഒരാളെ ഈ അധ്യാപിക ഡ്യൂട്ടി ചെയ്യാത്ത
ഈ വിജയകുമാരെ അടിയന്തിരമായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പദവിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. ഇവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുത്ത് നിയമ നടപടിയും സ്വീകരിക്കേണ്ടതാണ്. അതിന് ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഒരു അധ്യാപിക പറഞ്ഞ ഇതേപോലെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ളത് കേട്ടു എന്ന മൊഴി തന്നെ കൊടുത്തിട്ടുണ്ട്. ആ മൊഴി തന്നെ ധാരാളമാണ്. ഈ വിദ്യാർത്ഥിയുടെ പരാതിക്ക് ആ മൊഴി കൂടി അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഡീനായി. മാത്രമല്ല ഇന്ന് മറ്റൊരു വിദ്യാർത്ഥിയുടെ പ്രീ സബ്മിഷൻ പോലും ഈ അധ്യാപിക അവിടെ എത്താത്തത് കാരണം തടസ്സപ്പെട്ട സാഹചര്യമുണ്ടായി. അത് അധ്യാപിക എന്ന നിലയിലുള്ള അവരുടെ ചുമതല നിറവേറ്റാത്തതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇന്നത്തെ ദിവസം പോലും അത് സംഭവിച്ചു. ഞാൻ അങ്ങയിലേക്ക് ഒരിക്കൽ കൂടി വരാം. ശിവപ്രസാദ് ഉണ്ട്, SFI സംസ്ഥാന പ്രസിഡന്റ്. ശിവപ്രസാദ്, ഈ അധ്യാപിക ഈ സർവകലാശാലയിൽ തുടരുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇതിനകത്ത് നേരിട്ട് മറ്റ് വിഷയങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചുകൊണ്ട് നേരിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ സംസ്കൃത സർവകലാശാലയിൽ BAയും MAയും പഠിച്ചൊരു വിദ്യാർത്ഥി, കേരളത്തിലെ കേരള സർവകലാശാലയിൽ നിന്ന് B.Edഉം M.Edഉം പഠിച്ചൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഡോക്ടർ അരുൺ ഉൾപ്പെടെ പഠിപ്പിച്ച കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് ഇതേ അധ്യാപികയിൽ നിന്ന് ഒപ്പം ഗവേഷണത്തിന് ചെയ്ത് MPhil ബിരുദം നേടുന്നു. ആ MPhil ബിരുദം നേടിയ കുട്ടി PhD പഠിക്കാൻ വേണ്ടി 2018 ശേഷം ജോയിൻ ചെയ്യുന്നു. ആ PhD പ്രബന്ധ അവതരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആ കുട്ടി കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ച വരിയുടെ ഒരു വാചകം ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്കൃതം അറിയാത്ത ആൾ എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ടു കഴിഞ്ഞു. സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഈ പ്രചരണം എന്നിലേക്ക് എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിൽ അവസാനത്തെ വരികൾ ശ്രദ്ധിച്ച് കേരളം കേൾക്കണം. എനിക്കിപ്പോൾ രോഹിത് വെമൂല എന്ന എന്റെ കൂടപ്പിറപ്പിന്റെ നിലവിളി കേൾക്കാം. ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം. എനിക്കുറങ്ങാൻ കഴിയുന്നില്ല. ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഒരു സർവകലാശാലയുടെ തലപ്പത്ത് സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഒരു വൈസ് ചാൻസലറും സംഘപരിവാറും ചേർന്ന് നിയമിക്കുന്ന ഏതാനും കുറച്ച് ഡീൻമാരും മാത്രം വരുമ്പോൾ തന്നെ കേരളത്തിലെ അക്കാഡമിക് അന്തരീക്ഷം എത്രയോ വികലമാകുന്നു എന്നതിന്റെ ഏറ്റവും പൊള്ളുന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സർവകലാശാലയിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറെ നാളുകളായി SFI ഈ വിഷയമെടുത്ത് സമരത്തിലാണ്. ഞങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം, SFI ചാൻസലർക്കെതിരായും വൈസ് ചാൻസലർക്കെതിരായും നിരന്തരമായി സർവകലാശാലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരായി സമരം നടത്തിയപ്പോൾ ഈ കേരളത്തിനകത്തെ ഒരു ഭാഗം വരുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, ഒരു ഭാഗം വരുന്ന നിഷ്പക്ഷ ബുദ്ധിജീവികളെന്ന് സ്വയം ചമയുന്നവർ പറഞ്ഞത് ഇത് ചാൻസലറും SFIയും തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാനുള്ള പോരാണെന്നാണ്. നിങ്ങൾ നോക്കൂ, അങ്ങനെ വിളിച്ചവർ കണ്ണു തുറന്ന് കാതു തുറന്ന് ഈ വാർത്തയിലേക്ക് എത്താൻ കഴിയണം. കേരളത്തിന്റെ ഭരണമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ, കേരളത്തിൽ ഭരണസ്വാധീനത്തിൽ ഒരു പങ്കുമില്ല. പക്ഷേ ഒരു ചാൻസലറും ഒരു വൈസ് ചാൻസലറും മാത്രം RSS നിയന്ത്രിക്കുന്നവരാകുമ്പോൾ, അവർക്ക് ഡീനുകളെ നിയമിക്കാൻ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ സർവകലാശാലയിൽ സംഭവിക്കുന്നതെന്ന് യാഥാർത്ഥ്യം കേരളം തിരിച്ചറിയണം. എന്താണ് ദളിതരോടുള്ള RSSന്റെ സമീപനം, എന്താണ് ന്യൂനപക്ഷങ്ങളോടുള്ള RSSന്റെ സമീപനം, എന്താണ് ഇവരുടെ തത്വശാസ്ത്രം, എന്താണ് പിന്നോക്കക്കാരോടുള്ള തത്വശാസ്ത്രം. ദളിതനും ഈഴവനും തുടങ്ങിയ ശൂദ്രന്മാർ വേദം പഠിച്ചാൽ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന തത്വശാസ്ത്രത്തെ പിൻപറ്റുന്നവരാണ് RSSകാരെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ അറിയാവുന്നവരാണല്ലോ. ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരണമെന്നാണ് BJPയുടെ സിൻഡിക്കേറ്റ് മെമ്പർ പറയുന്നത്. മെറിറ്റിലേക്ക് വരാം. ഇവിടെ അവതാരകൻ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. 2024 ഇതേ വിഷയത്തെ സംബന്ധിക്കുന്ന പ്രീ സബ്മിഷൻ സെമിനാർ നടക്കുന്നുണ്ട്. ഡീൻ എന്ന നിലയിൽ ആ പ്രീ സബ്മിഷൻ സെമിനാറിൽ നിർദ്ദേശങ്ങൾ വെക്കാൻ ഈ ഡീൻ അവകാശം, അന്ന് ഡീനല്ല അന്ന് അവർ HOD ആണ്, അവർക്ക് അവകാശമുണ്ടല്ലോ. ഒരു നിർദ്ദേശവും ഈ തീസിനെ സംബന്ധിച്ച് അവർ പ്രീ സബ്മിഷൻ ഉന്നയിച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ കുട്ടിക്ക് ഇവൻ ദളിതനാണ് എന്ന മുദ്ര കുത്തപ്പെട്ടതുകൊണ്ടും ഇവന് ഞാൻ കൊടുക്കില്ല എന്ന കഠിനമായ RSSന്റെ തത്വശാസ്ത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതുകൊണ്ടും ഇവൻ ഒരിക്കലും PhD യോഗ്യത കിട്ടാൻ പാടില്ല എന്ന പിടിവാശിയാണ് ഈ ഓപ്പൺ ഡിഫൻസിൽ ഒരു 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 നിലയിലും ഇടപെടാൻ അവകാശമില്ലാത്തിടത്ത് പോലും ഇടപെട്ട് ഈ നിലയിൽ ഇടപെടുന്ന സ്ഥിതി നമ്മൾ കാണുന്നത്. ഇവിടെ RSSന്റെ സിൻഡിക്കേറ്റ് മെമ്പർ കുറെ കാര്യങ്ങൾ വിശേഷിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു, യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയെ പറ്റിയും സാങ്കേതികമായി കാര്യങ്ങൾ അറിയാവുന്ന ഈ കേരളത്തിലെ മുഴുവൻ അക്കാഡമിഷ്യൻസ്മാരും BJPയുടെ സിൻഡിക്കേറ്റ് മെമ്പറുടെ വാദം കേട്ട് ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട അക്കാഡമിഷ്യന്മാരെ, പ്രിയപ്പെട്ട അവതാരക, കേരളത്തിലെ ജനങ്ങളെ, ഇതുപോലുള്ളവരെയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ BJPയുടെ പ്രതിനിധികളായി കൊണ്ടിരുത്തുന്നത്. നിങ്ങൾ നോക്കൂ, ചട്ടപ്രകാരമാണോ
ഈ കുട്ടി കാര്യങ്ങൾ ചെയ്തതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇദ്ദേഹം ഈ ഡീൻ ചട്ടപ്രകാരമാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? ആരാണ് ഈ പറയുന്ന ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നത്? അത് ചോദിക്കണ്ടേ? ഈ ചെയർപേഴ്സണെ അപ്പോയിന്റ് ചെയ്തത് VC ആണ്. VC അപ്പോയിന്റ് ചെയ്ത ചെയർപേഴ്സണ് പോലും ചോദിക്കേണ്ടി വരികയാണ്, നിങ്ങൾ ഇടപെടാതിരിക്കൂ, ആ മൈക്ക് തിരിച്ചു തരൂ, ഞാനാണ് നിയന്ത്രിക്കേണ്ടത്. ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ ചെയർമാനാണ് ഈ ഓപ്പൺ ഡിഫൻസ് നയിക്കേണ്ടത്. ആ ഓപ്പൺ ഡിഫൻസ് നയിക്കുന്ന ആൾക്ക് പറയേണ്ടി വരുന്നു ഡീനോട് അനധികൃതമായി ഇടപെടുമ്പോൾ ഈ നിലയിൽ ഇടപെടരുന്ന്. പിന്നെ താമസിച്ചു പോയി പരാതി. എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ ഓപ്പൺ ഡിഫൻസ് പൂർത്തിയായി ഈ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡീൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഇതിന്റെ HOD എന്ന നിലയിലും ഇവരുടെ ഒപ്പ് വേണം സാർ. ആ ഒപ്പ് ഇവർക്കൊരു നിലയിലും ആ നിലയിൽ തടഞ്ഞു വെക്കാനോ പിടിച്ചു വെക്കാനോ കഴിയാത്ത റിപ്പോർട്ടിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിക്ക് തന്റെ തീസിസ് തന്റെ റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കാനാകാതെ പിടിച്ചു വെക്കേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. രോഹിത് വെമുല ഓർത്തെടുക്കേണ്ടി വരുന്നത് മൈ ബർത്ത് വാസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്നാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്യുമ്പോൾ എഴുതി വെക്കേണ്ടി വരുന്നത്. ജാതി വിവേചനങ്ങളുടെ നാടായി ഈ രാജ്യം മാറുമ്പോൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ ചിത്രത്തിന്റെ ഒരു പ്രതിഫലനം കേരളത്തിൽ സൃഷ്ടിക്കാൻ RSS ശ്രമിക്കുന്നതിന്റെ നേർചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഇപ്പൊ സെനറ്റ് മെമ്പറാണ്. എങ്ങനെയാണ് സെനറ്റ് മെമ്പർ ആയത്? ഈ പറയുന്ന പണിയെല്ലാം കാണിക്കുന്നവർക്ക് RSS പാരിതോഷം കൊടുക്കുന്നു. ഈ സ്വാഭാവികമായി കാര്യവട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലയിൽ നിന്ന് ഡീൻമാർ റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് പരമ്പരാഗതമായി അവരുടെ സെനറ്റിലേക്ക് യോഗ്യത ഇടുന്നത്. ആ റൊട്ടേഷൻ വ്യവസ്ഥിതി പോലും തെറ്റിച്ചാണ് ഈ ജാതി വരെയുള്ള അധ്യാപകയെ സെനറ്റ് മെമ്പറായി BJP പ്രൊമോട്ട് ചെയ്തത്. ആ BJPയുടെ പ്രൊമോഷൻ എന്ത് നോക്കിയിട്ടാണ്? ഏറ്റവും നന്നായി ജാതി വെറി വർഗീയത പറയുന്ന ആരോ അവർക്ക് പ്രൊമോഷൻ. മോഹനൻ കുന്നുമൽ കൊള്ളാം, നന്നായി വർഗീയത നടപ്പിലാക്കാൻ പറ്റുന്ന ആളാണ്, VC ആക്കി. ഇപ്പൊ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഏറ്റവും നന്നായി ഈ പറയുന്ന ജാതി വെറി നടപ്പിലാക്കാൻ കഴിയുന്നവരാണ്, സിൻഡിക്കേറ്റ് മെമ്പറായി. ഒരു വാചകം എന്ന് പറഞ്ഞത് കേട്ടല്ലോ, കേരളം മുഴുവൻ കേട്ടല്ലോ, കണ്ണു തുറന്നും കാതു തുറന്നും കേട്ടല്ലോ. കേരളത്തിനകത്ത് ന്യൂനപക്ഷ മോർച്ച ഉണ്ടാക്കുന്നു, കേരളത്തിനകത്ത് ദളിതർക്കിടയിൽ പ്രത്യേക സംഘടന ഉണ്ടാക്കുന്നു, OBC മോർച്ച ഉണ്ടാക്കുന്നു. ഈ ന്യൂനപക്ഷങ്ങളോടും OBC-കാരനോടും പിന്നോക്കക്കാരനോടും പട്ടികജാതിക്കാരനോടും പട്ടികവർഗക്കാരനോടും യഥാർത്ഥ RSSന്റെ തത്വശാസ്ത്രം എന്താണെന്ന് അറിയാതെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കേട്ടില്ലേ? ചുട്ട മറുപടി കേരളം കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ കേരളത്തിൽ ഇന്നും അന്തസ്സുള്ള ഇടതുപക്ഷത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകരുള്ളതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണിക്കാൻ കേരളത്തിന്റെ സർവകലാശാലയിലേക്ക് കടന്നു വരാൻ ധൈര്യപ്പെടാത്തത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു സിൻഡിക്കേറ്റ്, രണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ, ഒരു വൈസ് ചാൻസലർ, ഒരു ഡീന്, ഇങ്ങനെ കുറച്ച് തത്രപ്പാടുകളൊക്കെ അവിടെ തട്ടിക്കൂട്ടി എടുത്തു കഴിയുമ്പോൾ എല്ലാത്തിനും സംരക്ഷണം ഒരുക്കാൻ ചാൻസലർ മുകളിൽ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ എന്തും കാണിക്കാവുന്നിടത്തേക്ക് എത്തുകയാണ്. അഭിമാനമാണ് കേരള സർവകലാശാല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ് സാർ, അഭിമാനമാണ്. പക്ഷേ ആ അഭിമാനമായ കേരള സർവകലാശാലയിലെ അപമാനമാണ് ഇന്ന് അവിടെ കയറിയിരിക്കുന്ന RSSകാർ, സംഘപരിവാറിന്റെ പ്രതിനിധികൾ എന്ന് പറയുകയാണ് കേരളം മുഴുവൻ. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിനകത്ത് KTUവിനെ സംബന്ധിച്ചൊക്കെ അപരിചിതമായ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ആ വിഷയം പഠിക്കാത്തതുകൊണ്ടാണ്, കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടാണ് ആ കുട്ടി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. അവിടെയും ഒരു സിസ തോമസിനെ വെച്ചു. ആ സിസ തോമസിനെ കോടതിയാണ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഞങ്ങളാരും പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാഞ്ഞിട്ട്, ചാൻസലർ കേൾക്കാഞ്ഞിട്ട് കോടതിക്ക് ഗെറ്റ് ഔട്ട് പറയേണ്ടി വന്നു ആ വൈസ് ചാൻസലറോട്. ഒരു ദളിത് ഗവേഷക വിദ്യാർത്ഥി സംസ്കൃതം പഠിച്ചാൽ സംസ്കൃതം മലിനമാകുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. അങ്ങനെ ഒരു അധ്യാപിക ഡീനായും ആ അധ്യാപികയിൽ ആ സർവകലാശാലയിൽ പ്രൊഫസറായും തുടരുന്നത് സർവകലാശാലയ്ക്ക് അഭിമാനമോ അപമാനമോ എന്നതാണ് ചോദ്യം. അജിന്ദ് അജയ് വിപിൻ വിജയന്റെ സുഹൃത്ത് M ശിവപ്രസാദ് SFI സംസ്ഥാന പ്രസിഡന്റ്, PS ഗോപകുമാർ BJP സിൻഡിക്കേറ്റ് അംഗം, സണ്ണി M കപ്പിക്കാട് സാമൂഹിക നിരീക്ഷകൻ എന്നിവരാണ് നമുക്കിപ്പോൾ അതിഥികളായുള്ളത്. PS ഗോപകുമാർ, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, ഈ ചട്ടത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഈ ഓപ്പൺ ഡിഫൻസിനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ലംഘിച്ചുകൊണ്ടാണ് ഈ CN വിജയകുമാരി ആ ചടങ്ങിൽ സംസാരിച്ചത് എന്നത് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം കൂടി ഞാൻ PS ഗോപകുമാറിൻ്റെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് കാണിക്കാം. ആ ദൃശ്യം കൂടി കാണാം. തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ. I am not an ordinary man. I am a reputed professor working in the Central University of Allahabad. I am there for conducting this YKOC. Yes. Why the external other examiner has given the positive report? Munde matul binda. It may be the very, but his research was it. What is after award of PhD degree in Sanskrit? I recommend that to us and to the competent authority. Whatever positive suggestions are there, those positive suggestions can be, it may be, it is not a compulsory. It can be accepted
it can be incorporated during the publication. But as this form, his thesis is worthy for the doctor of award of PhD degree. പി എസ് ഗോപകുമാർ, ഓപ്പൺ ഡിഫൻസിൽ ഈ വിദ്യാർത്ഥിക്ക് PhD അവാർഡ് ചെയ്യാമെന്ന് പറഞ്ഞതിനു ശേഷം നന്ദി പ്രകടനം നടത്തേണ്ട ഇടത്താണ് CN വിജയകുമാരി ഇടപെട്ട് ഇത് ഈ രീതിയിൽ വഷളാക്കിയത്. അത് അവരുടെ അധ്യാപിക എന്ന നിലയിൽ, ഒരു ഡീൻ എന്ന നിലയിൽ, ഒരു ഒബ്സർവർ മാത്രമായിരിക്കേണ്ട അവരുടെ ചുമതലയിൽ നിന്നുള്ള ലംഘനമാണ്. നമ്പർ 1. നമ്പർ 2, അവർ പറഞ്ഞ ആ സംസ്കൃത ഭാഷയെ മലിനപ്പെടുത്തുന്നുവെന്ന പ്രയോഗം സണ്ണി കപ്പിക്കാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അൺടച്ചബിലിറ്റിയാണ്, അത് അയിത്തമാചരിക്കലാണ്, അതൊരു സാമൂഹികമായ കുറ്റകൃത്യമാണ്. എന്നിട്ടും ആ അധ്യാപികയെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത് പി എസ് ഗോപകുമാർ? സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപ്രവർത്തകർ സംസാരിച്ച സമയത്ത് അങ്ങ് കാണിച്ച, ഡോക്ടർ അരുൺകുമാർ കാണിച്ച സഹിഷ്ണുതയും ക്ഷമയും ഞാൻ അഭിനന്ദിക്കുന്നു. സാമാന്യമായിട്ട് ആ മര്യാദ ഞാനും അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ കേരള സർവകലാശാലയിലെ 15-ാം തീയതി നടന്ന ഓപ്പൺ ഡിഫൻസിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചട്ടമ്പിക സ്വാമികളെക്കുറിച്ച് എഴുതിയ ഒരു ചെറിയ പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഗവേഷണ പ്രബന്ധത്തെ ആസ്പദമാക്കി നടന്ന ഓപ്പൺ ഡിഫൻസിലെ ധാരാളം ചോദ്യങ്ങൾ പലരും ചോദിച്ചു. വളരെ സിമ്പിളായിട്ട് അടിസ്ഥാനപരമായിട്ട് ചോദിച്ച ഒരു ചോദ്യം, ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയ വിദ്യാർത്ഥിയോട് ചോദിച്ച ഒരു ചോദ്യം, ചട്ടമ്പി എന്നുള്ള പേര്, ആ വിശേഷണം എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഉത്തരം ചിരിയായിരുന്നു. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയ വിദ്യാർത്ഥിയോട് സിമ്പിളായിട്ടുള്ള ചോദ്യത്തിന് പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഈ കുട്ടിക്ക് PhD ബിരുദം കൊടുക്കുന്നത് ഉചിതമല്ല. ഒരു അക്കാഡമിക് വിദഗ്ധ, നേരത്തെ താങ്കൾ ഇതെല്ലാം കണ്ടതാണോ? താങ്കൾ പറഞ്ഞല്ലോ ഈ അധ്യാപിക ദളിത് പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയെന്ന്. താങ്കളുടെ അറിവിലേക്ക് 1-2 കാര്യങ്ങളോട് പറയാനുള്ള ക്ഷമ കാണിക്കും. ഈ 1-2 കാര്യങ്ങളോട് പറയും. ഞാൻ പറയട്ടെ. ഈ അധ്യാപികയുടെ കീഴിലെ വിപിൻ വിജയൻ എന്ന് പറയുന്ന ഒരേ ഒരു ദളിത് വിദ്യാർത്ഥി അല്ല ഇതുവരെ ഗവേഷണം നടത്തിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. എത്രയോ ദളിത് വിഭാഗത്തിൽ, അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടുള്ള അധ്യാപികയാണിത്. ആ അധ്യാപികയുടെ കീഴിലെ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്ന, വിദ്യാർത്ഥി സൗഹൃദമായ നിലപാടെടുക്കുന്ന ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ പ്രസിദ്ധയാണവർ. ഇന്ന് വരെ അധ്യാപികയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലതല്ലെങ്കിൽ ഗവേഷണ വിദ്യാർത്ഥികളോ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല, വിഭാഗത്തിൽപ്പെട്ട അങ്ങയുടെ ക്ഷമയും സഹിഷ്ണുതയും എന്നോടില്ല. എങ്ങനെ ഉണ്ടാവുക? അവാസ്തവത്തോട് ക്ഷമ കാണിക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, അങ്ങ് അസ്വസ്ഥനായിക്കൊള്ളൂ. കേരളമാണ് വിദ്യാഭ്യാസം മലീമസമാണ്. ഗവേഷക വിദ്യാർത്ഥിയോട് വിദ്യാർത്ഥികൾ ഈ സംസ്കൃത ഭാഷയെ മലിനപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു അധ്യാപിക പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും ഗോപകുമാർ. വാഴക്കുല ഗവേഷണങ്ങൾ പോലെയുള്ള ഗവേഷണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ശരി, താങ്കൾ വാഴക്കുലയിലേക്കാണ് പോയത്. ഈ ചോദ്യത്തിലേക്ക് വരൂ. അല്ല, ഞാൻ പി എസ് ഗോപകുമാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. പി എസ് ഗോപകുമാർ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകിയില്ല. അല്ല, എന്നെ കൂടി എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകിയില്ല. രണ്ടേ രണ്ട് ചോദ്യങ്ങളാണ്. അല്ല, രണ്ടേ രണ്ട് ചോദ്യങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാകണം. അല്ല, കേൾക്കാം. കേരളത്തിന്റെ അക്കാദമിക മേഖലയുടെ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ? മെറിറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ സംസ്കൃത ഭാഷ പഠിച്ചാൽ, ഒരു ദളിത് വിദ്യാർത്ഥി സംസ്കൃത ഭാഷ പഠിച്ചാൽ അത് മലിനമാകുമെന്ന് പറയുന്നതാണോ പ്യൂരിഫിക്കേഷൻ? പി എസ് ഗോപകുമാർ, അല്ല, അക്കാദമി കേരളത്തിന്റെ അധ്യാപകൻ കൂടിയല്ലേ? അങ്ങൊരു അധ്യാപകനായിരുന്നില്ലേ? ഉണ്ടോ? ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടത്. അത് അക്കാദമിക് മെറിറ്റ് ആണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയാണോ വേണ്ടേ? എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ല. എന്റെ 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ അധ്യാപികയ്ക്ക് ഈ വിപിൻ വിജയന്റെ പ്രബന്ധം ആദ്യം അവതരിപ്പിക്കുന്നത് ഈ സബ്മിഷൻ വേളയിലല്ലല്ലോ, പ്രീ സബ്മിഷൻ വേളയിലാണ്.
അപ്പോൾ പ്രീ സബ്മിഷൻ സെമിനാർ എന്ന് പറഞ്ഞൊന്ന് സർവകലാശാലയിൽ നടക്കും. ഇവിടെയും അത് നടന്നിട്ടുണ്ട്. അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രീ സബ്മിഷൻ പരിപാടിയിൽ ഈ CN വിജയകുമാരി ഇടപെട്ട് തിരുത്തേണ്ടിയിരുന്നതല്ലേ? ഈ പറയുന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന അടിസ്ഥാനമായ രീതിശാസ്ത്രത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്ന് ഇടപെട്ട് തിരുത്താഞ്ഞത് എന്താണ് PS ഗോപകുമാർ? അതൊക്കെ സർവകലാശാല പരിശോധിക്കേണ്ട വിഷയമാണ്. ആ സർവകലാശാലയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത ഞാനത് സ്വീകരിക്കുന്നു. PS ഗോപകുമാർ അത് സർവകലാശാല സ്വീകരിക്കേണ്ടതാണ്, താങ്കൾക്കറിയില്ല. 2, ഇനി ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന സമയം ചർച്ചകൾ കഴിഞ്ഞ് ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞ് PhD അവാർഡ് ചെയ്യാൻ വേണ്ടി ജൂറി തീരുമാനിച്ചു കഴിഞ്ഞാൽ, ചെയർപേഴ്സൺ തീരുമാനിച്ചു കഴിഞ്ഞാൽ CN വിജയകുമാരി എന്ന ഡീന് അതിൽ പ്രൊസീജിയർ പ്രകാരം ഇടപെടാൻ കഴിയുമോ? ഡോക്ടർ CN വിജയകുമാരി അവിടെ കാഴ്ചക്കാരിയായിട്ട് കൈകെട്ടിയിരുന്നു കൊള്ളണമെന്ന് പറഞ്ഞു. ഓപ്പൺ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ CN വിജയകുമാരി മാത്രമല്ല, PhD അവാർഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് റോള്? ഡീനിന്റെ പദവി എന്ന് പറയുന്നത് ഒബ്സർവറുടെ പദവിയാണ്. അല്ല, CN വിജയകുമാരി അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അവരുടെ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിലെ പ്രോട്ടോകോൾ അറിയാമല്ലോ, അങ്ങേക്ക് പ്രൊസീജിയർ അറിയാമല്ലോ. ഓപ്പൺ ഡിഫൻസിൽ ചെയർപേഴ്സൺ റെക്കമെൻഡ് ചെയ്താൽ പിന്നെ ഇടപെടാൻ പറ്റുമോ ഇല്ലയോ? മെറിറ്റ് ഉണ്ടെങ്കിൽ, ഈ കുട്ടിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ, ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക്, ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയ വിദ്യാർത്ഥിക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ PhD കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാരാണ് നിശ്ചയിക്കേണ്ടത് ഗോപകുമാർ? എനിക്കെന്നല്ല, ആരും PS ഗോപകുമാർ, ഈ വിപിന്റെ PhDയുടെ ക്വാളിറ്റിയും അതിന്റെ ഗുണനിലവാരം നിശ്ചയിക്കേണ്ടത് ആരാണ്? PS ഗോപകുമാർ അല്ലാതെ അത് സർവകലാശാലയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്, പരിശോധിക്കും. ഈ വിപിന്റെ PhDയുടെ ഗുണനിലവാരം നിശ്ചയിക്കേണ്ടത് ആരാണ്? PS ഗോപകുമാർ BJPയുടെ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് മെമ്പർ അല്ലേ? അങ്ങേക്ക് സർവകലാശാലയിലെ ചട്ടങ്ങൾ അറിയാമല്ലോ. PhD ഒരു വിദ്യാർത്ഥിക്ക് ഓപ്പൺ ഡിഫൻസിൽ ഒരു വിദ്യാർത്ഥിയുടെ PhD പ്രബന്ധത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് ആരാണ്? PS ഗോപകുമാർ എന്റെ പോയിന്റ് ഇതാണ്. കേരള സർവകലാശാലയിലെ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച സമയത്ത് ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത വിജയകുമാരി ടീച്ചറും വാതുറക്കാൻ അനുവാദം ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? വിജയകുമാരി ഇഷ്ടം പോലെ വാതുറക്കാം. അത് ആ സമയത്ത് മാത്രമല്ല, ജാതി വിവേചനത്തിലുള്ളതല്ല, മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വാതുറക്കാം. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രീ സബ്മിഷൻ സമയത്ത് വാതുറക്കാം, അതിനുശേഷമുള്ള സെമിനാറുകളിൽ വാതുറക്കാം. ഇനി ഓപ്പൺ ഡിഫൻസിന്റെ വൈവാവോസിക്ക് നിരവധി ചോദ്യശരങ്ങൾ വരണം. ആ ചോദ്യശരങ്ങൾ കേൾക്കൂ PS ഗോപകുമാർ, ചോദ്യങ്ങൾ. ശരി PS ഗോപകുമാർ, അങ്ങ് ഒരു ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ഒരു BJP സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിലെങ്കിലും അങ്ങ് ഒരു ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ. പങ്കെടുക്കുന്ന വിജയകുമാരി ടീച്ചർ അല്ല, എന്റെ ചോദ്യം ഇതാണ്, അങ്ങ് ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ PS ഗോപകുമാർ? അല്ല, ഞാൻ എന്റെ ചോദ്യം അങ്ങ് കേൾക്കൂ. അല്ല, അങ്ങനെ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുമ്പോൾ PS ഗോപകുമാർ, എന്റെ ചോദ്യം ഇതാണ്, അങ്ങ് ഏതെങ്കിലും ഒരു ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ ഗോപകുമാർ? അല്ല, നമ്മൾ ചോദിക്കുന്ന എന്റെ ചോദ്യം നിങ്ങളൊന്ന് കേൾക്കൂ. ഓപ്പൺ ഡിഫൻസ് നമ്മളിത് വളരെ ഓപ്പണായി ചോദിക്കുകയാണ് PS ഗോപകുമാർ. അങ്ങനെ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലയോ? അങ്ങനെ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ PS ഗോപകുമാർ? അല്ല, ഓപ്പൺ ഡിഫൻസിൽ എന്താ നടക്കുന്നത് അങ്ങ് പറയൂ. ഞാൻ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞ് PhD കിട്ടിയ ഒരു അധ്യാപകൻ കൂടിയാണ് PS ഗോപകുമാർ. ഞാൻ അങ്ങയോടാണ് ചോദിക്കുന്നത്, അങ്ങ് ഒരു ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ നേരിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഇത് അങ്ങേക്ക് നേരിട്ട് അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അങ്ങേക്ക് ഉണ്ടെങ്കിൽ ഒന്നും പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. PS ഗോപകുമാർ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്തിട്ട് അവിടെ നടക്കുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് എനിക്ക് സാമാന്യ ബോധമുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു. താങ്കൾ ഒരു BJP സിൻഡിക്കേറ്റ് മെമ്പറായിട്ടും താങ്കൾ ഒരു ഓപ്പൺ ഡിഫൻസ് പോലുള്ള ഒരു ഗൗരവമേറിയ അക്കാഡമിക് പരിപാടിയിൽ പങ്കെടുത്തിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു PS ഗോപകുമാർ. പക്ഷെ ഒരു കാര്യം PS ഗോപകുമാർ, ആ ഓപ്പൺ ഡിഫൻസിൽ ഈ ക്വാളിറ്റി, ഈ ഗവേഷക പ്രബന്ധത്തിന്റെ ഗുണനിലവാരം നിശ്ചയിച്ച് ചർച്ച കഴിഞ്ഞ് പ്രബന്ധം PhDക്ക് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താ? അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ. ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങയുടെ ഗവേഷണ പ്രബന്ധത്തെ സംബന്ധിച്ച് പങ്കെടുക്കുന്നവർ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് ചിരിക്കുകയാണോ?
അതോ ഉത്തരം പറയും, മറുപടി പറയുകയാണോ? 101% അതിന് ഉത്തരങ്ങൾ പറയും. ഇനി ഉത്തരം ചിരിച്ചു കാണിക്കുകയാണോ? PhD പോലെ ഉത്തരം പറയണം. വളരെ ആഴത്തിൽ ഗവേഷണം ചെയ്ത് കിട്ടുന്ന പ്രബന്ധത്തിലൂടെ അവഹേളിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടിയാണല്ലോ കൊടുക്കുക സ്വാഭാവികമായും. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. ഈ CN വിജയകുമാരി ഇടപെട്ടത് തെറ്റ്. 2, സംസ്കൃതം മലിനമാണ് എന്ന് ഈ അധ്യാപിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കളോ ഞാനോ അത് നേരിട്ട് കേട്ടിട്ടില്ല, ഒരു അധ്യാപികയുടെ സാക്ഷിമൊഴി മാത്രമേ ഉള്ളൂ, അത് ശരിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ PS ഗോപകുമാർ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അധ്യാപികയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ലേ? സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ആ അധ്യാപികയുടെ ചരിത്രം ഞാൻ പരിശോധിച്ച സമയത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അധ്യാപികയാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഒപ്പം വീട്ടിൽ താമസിപ്പിച്ചിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു അധ്യാപികയാണ്. ഈ തരത്തിൽ ഓപ്പൺ ഡിഫൻസിൽ അക്കാദമികമായ അജിന്ദ ജി, എനിക്ക് 30 സെക്കൻഡ് സമയമേ ഉള്ളൂ. അജിന്ദ ജി 30 സെക്കൻഡ് എനിക്ക് സംഘടിപ്പിക്കാൻ 1 മിനിറ്റ് സമയം കൊടുക്കണം. അജിന്ദ, മറ്റൊരു പരാതിയും അധ്യാപികയ്ക്കെതിരെ ഉണ്ടായിട്ടില്ലേ അജിത്? ഒരു കാര്യം കൂടി, അൺടച്ചബിലിറ്റിക്കെതിരെ സെപ്റ്റംബർ 30 വിദ്യാർത്ഥികൾ, ഗവേഷകരും PG വിദ്യാർത്ഥികളും ഒപ്പിട്ട് നൽകിയ വിദ്യാർത്ഥി വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്കെതിരെ പരാതിയുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ PSC എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത്, ഇന്റർവ്യൂവിന് വരുന്നത് ഞാനാണ്, നിങ്ങളുടെ മാർക്ക് കളയുമെന്ന് പറഞ്ഞിട്ടുള്ള പരാതി അതിന്റെ കോപ്പി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അതിന് പുറത്ത് വൈസ് ചാൻസലർ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല? ഇന്ന് ഒരു പ്രീ സബ്മിഷൻ ഒരു കുട്ടിയുടെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. രാവിലെ ഈ പറയുന്ന വിജയകുമാരി ടീച്ചറുടെ സമയവും സൗകര്യവും നോക്കി വെച്ച പ്രീ സബ്മിഷൻ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. അത് പിന്നീട് ഉച്ചയ്ക്ക് മാറ്റാമെന്ന് വിജയകുമാരി ടീച്ചർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉച്ചയ്ക്ക് മാറ്റി. ഗൗരവകരമായ വിഷയമാണ്. രണ്ടാമതും ഉച്ചയ്ക്ക് വരാതെ ഈ ടീച്ചർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, റിസർവേഷൻ ഉള്ളവർ നിങ്ങളെ പോലുള്ളവർ ഇദ്ദേഹത്തിന് ജാതി പറഞ്ഞ് നിങ്ങളെ പോലുള്ള പുലയർ വന്നിട്ടാണ് ഈ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റ് ഇത്ര മലിനമസമായതെന്ന് ഓപ്പണായി പറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഈ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ ജാതി വരി തുളുമ്പുന്ന ചാൻസലറും അങ്ങനെ ഒരു കുഞ്ഞ്, അങ്ങനെ ഒരു വിദ്യാർത്ഥി നിസ്സഹായനായി നമ്മുടെ സമൂഹത്തിൽ പെട്ടുപോകരുതെന്ന് മാത്രമേ നമുക്കും ആഗ്രഹമുള്ളൂ. നന്ദി ശ്രീ സണ്ണി എം കപ്പികാട്, നന്ദി ശ്രീ PS ഗോപകുമാർ, നന്ദി M ശിവപ്രസാദ്, നന്ദി അജിന്ദ് അജയ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.